പ്രദേശങ്ങളിലൊക്കെ 27-ാം രാവിനെ വളരെ വിപുലമായി നോമ്പ് തുറയും, വളരെ വിപുലമായി സ്ത്രീകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല തൗബയുടെ മജ്‌ലിസും നസീഹത്തൊക്കെ കൊടുത്ത് അന്നത്തെ ദിവസം അവിടെ ഹയാത്താക്കിയിട്ട് ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് അവിടെ നിന്ന് തൗബ ചെയ്തിട്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് അത്താഴം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഉമ്മമാരെ പറഞ്ഞയക്കുക. ഈ പ്രദേശത്തിൽ അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കാം. ഞാൻ നമ്മുടെ ആ പാലക്കാട് പ്രദേശത്തിലുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അന്നത്തെ ദിവസം നമ്മൾ ഒരു പ്രത്യേക ദിവസമായി, അന്നത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പറയുന്നത് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 27-ാം രാവാകാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈലത്തുൽ ഖദർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തുൽ ഖദ്ർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പദത്തിൽ 9 അക്ഷരങ്ങളുണ്ട്. മനസ്സിലാക്കണേ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, നോക്കിയേ, ലൈലത്തുൽ ഖദ്ർ എന്ന പദത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പദത്തിൽ 9 അക്ഷരങ്ങളുണ്ട്. ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നതിൽ 9 അക്ഷരങ്ങളുണ്ട്. 9 × 3 ഒന്ന് ഗുണിച്ചു നോക്കിയേ. 9 × 3 27 കിട്ടുക. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, 27-ാം രാവാകാനാണ് സാധ്യത എന്ന്. എന്താണ് ഗവേഷണം? നോക്കിയേ, റമദാനിലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്, ആ ലൈലത്തുൽ ഖദ്ർ എന്ന പദം ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ പദത്തിൽ 9 അക്ഷരങ്ങളുണ്ട്. 9 × 3 27. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് 27-ാം രാവിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. മറ്റു ചില മഹാന്മാര് പറയുന്നു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളോട് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മൊത്തം ആ ലൈലത്തുൽ ഖദറിന്റെ സൂറത്തിൽ 30 പദങ്ങളുണ്ട്. ആ പദങ്ങളിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ പദത്തിൽ ഒരു സർവനാമമുണ്ട്, ഒരു ളമീർ ഒളിച്ചു കിടക്കുന്നുണ്ട്. ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഹിയ എന്ന പദത്തിന്റെ മർജിഇലൈഹി, ഈ ഹിയ എന്ന പദത്തിന്റെ മർജിയിലേക്ക് ലൈലത്തുൽ ഖദർ, അതാ ഹിയ എന്ന പദം ആ സർവനാമം വന്നിരിക്കുന്നതും അത് 27-ാമത്തെ പദമായിട്ടാണ്. ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് 27-ാം രാവാണ് എന്ന് അഭിപ്രായപ്പെടുന്നു ചില മഹാന്മാർ. നോക്കിയേ, 30 പദങ്ങളുണ്ടത്രേ. ആ 30 പദങ്ങളിൽ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഈ ഹിയയുടെ ളമീർ ഹത്താ മത്ലഇൽ ഫജ്ർ, അതിന്റെ മർജിഇലൈഹി, എങ്ങോട്ടാ മടങ്ങുന്നത്? ഹിയയിലേക്കാണ്. ആ ഹിയ എന്ന പദം എന്ന നാമം അത് 27-ാമത്തെ പദമായിട്ടാണ് മഹാന്മാര് പറയുന്നത്. അതുകൊണ്ട് 27-ാം രാവിനാകാനും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് മറ്റു ചില പണ്ഡിതന്മാര് പറയുന്നു. ആലോചിച്ചു നോക്കിയേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളിൽ 21-ാം രാവ് നമ്മളോട് വിട പറഞ്ഞു പോയി, 23-ാം രാവും വിട പറഞ്ഞു പോയി. ഇനി 25-ാം രാവ് കടന്നു വരുന്നുണ്ട്, 27-ാം രാവ് കടന്നു വരുന്നുണ്ട്, 29-ാം രാവ് നമ്മളോട് കടന്നു വരുന്നുണ്ട്. അല്ലാഹുവേ, അന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതം ഹയാത്താക്കിയിട്ട് ഇബാദത്ത് ചെയ്യാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സ്വഹാബികൾ ഇങ്ങനെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ നക്ഷത്ര തുല്യരും സൽക്കർമ്മകാരികളും നക്ഷത്ര തുല്യരുമായ
സ്വഹാബത്ത് മുസ്തഫായ തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ എന്നാണ് ഈ ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചർവീണം ചെയ്യുമ്പോ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, പക്ഷേ വയസ്സ് കുറഞ്ഞ ആളാണ്. ആൾക്ക് ചെറിയ വയസ്സേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഇൽമ. ചില ആളുകൾ അങ്ങനെയല്ലേ ഉള്ളൂ, ചെറിയ ആളായിരിക്കും, ഹൈറ്റും കമ്മിയായിരിക്കും, ചിലപ്പോ വയസ്സും ഉണ്ടാവില്ല, പക്ഷെ നല്ല ഇൽമിന്റെ ബഹറുകളായ ആളുകളുണ്ട്. അള്ളാഹു അത്തരം വിഭാഗത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ ആളാണ്, പക്ഷേ എല്ലാവരും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാ ബഹുമാനിക്കും, ആദരിക്കും, അവരോട് കൈ കൊടുത്ത് സലാം പറയും, മുശാഫഅത്ത് ചെയ്യും. അതിനുള്ള കാരണം എന്തെന്നറിയോ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ഭയങ്കര ഇൽമിന്റെ നിർഗുണമാണ്. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്, എന്താണ് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഇങ്ങനെ ചർച്ച, 27 രാവിനാണോ, 25 രാവിനാണോ, 29 രാവിനാണോ, 21-നോ 23-നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വഹാബികളും അവിടെ ചർച്ച ചെയ്യുമ്പോ അതിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറയുന്നു, അല്ലാഹുവിന് 7 ആകാശങ്ങളാണുള്ളത്, അല്ലാഹുവിന് 7 ഭൂമികളാണുള്ളത്, അല്ലാഹുവിന് 7 ആകാശങ്ങളാണുള്ളത്, അല്ലാഹുവിന് 7 ഭൂമികളാണുള്ളത്, 7 സുജൂദിന്റെ അവയവങ്ങളാണുള്ളത്. അല്ലാഹുവിന് 7 ആകാശങ്ങളുണ്ട്, 7 ഭൂമികളുണ്ട്, സുജൂദിന്റെ അവയവങ്ങളിൽ 7 അവയവങ്ങളാണ് അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസമാണുള്ളത്, നരകത്തിന് 7 തട്ടുകളാണുള്ളത്, വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിന് 7 ചുറ്റുകളാണുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അത് ഒറ്റ രാവുകളാണ്. ഇന്നല്ലാഹ വിത്റും യുഹിബ്ബുൽ വിത്റാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായത് ഒറ്റയായ സംഖ്യയാണ്. ഇന്നല്ലാഹ വിത്റും യുഹിബ്ബുൽ വിത്റാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഒറ്റയായ സംഖ്യകളാണ്. അതുകൊണ്ട് 7 ആകാശങ്ങളുള്ളത്, 7 ഭൂമികളാണ് അല്ലാഹുവിനുള്ളത്, 7 സുജൂദിന്റെ അവയവങ്ങളാണ് അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസമാണുള്ളത്, നരകത്തിന് 7 തട്ടുകളാണുള്ളത്, വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിന് 7 ചുറ്റുകളാണുള്ളത്. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആ ഒറ്റയായ സംഖ്യയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അത് 7 എന്നുള്ള സംഖ്യയാണ്. ആ 7 ഉള്ളതോ അത് 27-ാം രാവിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട കാര്യം? ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ഒറ്റയായ സംഖ്യ ഉള്ളത് അത് 27-ാം രാവിലാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് 27-ാം രാവിലെ ഒരുപാട് ഇബാദത്തുകൾ നിങ്ങൾ ചെയ്യണേ. ആ ലൈലത്തുൽ ഖദർ ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് 27-ാം രാവിലാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും അവരൊക്കെ ഗവേഷണം നോക്കിയേ, ഒന്ന് ആലോചിച്ചു നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇങ്ങനെ പഠിക്കുമ്പോ. കാരണം 7 ആകാശങ്ങൾ, 7 ഭൂമികൾ, 7 സുജൂദ് ചെയ്യുന്ന അവയവങ്ങൾ, ആഴ്ചയിൽ 7 ദിവസം, നരകത്തിന് 7 തട്ടിലുകൾ, വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ അതിന് 7 ചുറ്റുകളാണുള്ളത്. മാത്രമല്ല ആ ഒറ്റയായ സംഖ്യ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ആ 7 ഉള്ളത് 27-ാം രാവിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ മുഅ്മിനീങ്ങളെ. അന്നത്തെ ദിവസമുണ്ടല്ലോ ഒരുപാട് അമലുകൾ ചെയ്യാൻ, ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ. പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂലി നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടണമെങ്കിൽ അന്ന് ആലോചിച്ചു നോക്കിയേ, അത് വേണ്ടതുപോലെ മുതലാക്കാം. പടച്ചവനെ ഈ റയ്യാഹിൻ പഠിതാക്കൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കും ഈ പള്ളിയുടെ ചുറ്റും അല്ലാഹുവേ ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാർക്കും അല്ലാഹുവേ ഉപ്പമാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അന്നത്തെ ദിവസം എല്ലാവർക്കും സ്വതക്ക കൊടുക്കാൻ നമ്മൾ 27 നമ്മൾ ഇത്രയും ദിവസം സക്കാത്തൊന്നും കൊടുക്കാതെ സ്വതക്കൊന്നും ചിലപ്പോ കൊടുക്കാതെ 27 രാവ് വരട്ടെ, 27 രാവ് വരട്ടെ എന്നു പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കാറുണ്ട്. സോഷ്യൽ മീഡിയ ഒരു വീഡിയോ കണ്ടു. മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ടുകോ, നിങ്ങൾക്ക് സക്കാത്ത് വേണോ, വരി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ചാനൽ ഷെയർ ചെയ്യുക, ജാതി മത ഭേദമന്യേ ഞാൻ നിങ്ങൾക്ക് സക്കാത്ത് തരാമെന്ന് പറഞ്ഞു. സക്കാത്ത് എന്നുള്ളത് ഒരാളുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അർഹതപ്പെട്ടവർക്ക് അത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറയാനുള്ളത് തോന്നിയതുപോലെ വിളിച്ചു പറയാനുള്ളതല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്നുള്ളത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയും, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും ഉമ്മമാരെ, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും ഉപ്പമാരെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അന്നത്തെ ദിവസമുണ്ടല്ലോ ലൈലത്തുൽ ഖദറിന്റെ ദിവസം, ആകാശലോകത്തിൽ അല്ലാഹുവിന്റെ കോടാനക്കോടിക്കണക്കിന് വരുന്ന മാലാഖമാർ ഇറങ്ങുന്ന ദിവസമാണ്. ആലോചിച്ചു നോക്കിയ കൂട്ടങ്ങളായിട്ട് ഒരു മാലാഖമാരിങ്ങനെ ഇറങ്ങുന്നു. കൂട്ടമായിട്ട് ഒരു വിഭാഗം മാലാഖമാരിങ്ങനെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് മറ്റു കൂട്ടം മാലാഖമാരും കയറി ചെല്ലുന്നു. എന്തുകൊണ്ട് നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് എത്തിക്കുന്നു? ഇന്ന പറയുന്ന ആളുകൾ അമൽ ചെയ്തിട്ടുണ്ട്, ഇന്ന പറയുന്ന ആളുകൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. ആ ഇബാദത്തുമായി അല്ലാഹുവിന്റെ കോടാനക്കോടിക്കണക്കിന് വരുന്ന മാലാഖമാർ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പോകുന്ന നിമിഷത്തെ പറ്റിയിട്ട് എന്റെ ഉമ്മ, എന്റെ ഉപ്പാരി എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്ന് ജിബ്രീൽ എന്ന് പറഞ്ഞ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, അന്ന് ആത്മാക്കൾ ഇങ്ങനെ ഇറങ്ങുന്ന ദിവസമാണ്. ചില മഹാന്മാര് അവരുടെ തഫ്സീറുകൾ വ്യക്തമാക്കുന്നത് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും വരുമത്രേ, ജിബ്രീലും ഇറങ്ങുന്ന ദിവസമാണ്. അന്ന് നമ്മൾ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉപ്പ നമ്മുടെ വീട്ടിന്റെ പിന്നാമ്പറമ്പിലേക്ക് വരുമല്ലോ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പാന്റെ റൂഹ് നമ്മുടെ വീടിന്റെ പിറകിൽ വരുമല്ലോ. നമ്മുടെ ഉമ്മാന്റെ റൂഹ് നമ്മുടെ വീടിന്റെ പിറകിൽ വരുമല്ലോ. നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് ആ റൂഹ് ഇങ്ങനെ ചുറ്റിക്കളിക്കുമെത്തരേ. എന്നിട്ട് ആ റൂഹ് ഇങ്ങനെ പറയുമെത്തര, നമ്മൾ അവരെ ഓർക്കുന്ന ആളുകളാണെങ്കിലേ, നമ്മൾ അവർക്ക് വേണ്ടി യാസീനോദി ദുആയിരിക്കുന്ന ആളുകളാണെങ്കിലേ, നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ട് ഏത് സമയവും അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും ഓതിയിട്ട് ഹദിയ ചെയ്യുന്നവരാണെങ്കിൽ അവിടുന്ന് പറയുമത്രേ, അല്ലാഹുവേ ഇവർക്ക് നീ നന്മ നൽകണേ അല്ലാഹ്, ഇവർക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ മാലാഖമാര് ദുആ ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നതായി കാണാം. അതേസമയം മരിച്ചുപോയ വാപ്പാനെ ഓർമ്മയില്ല, മരിച്ചുപോയ ഉമ്മാനെ ഓർക്കുന്നില്ല, മരിച്ചുപോയ കുടുംബങ്ങളെ ഓർക്കുന്നില്ല. അങ്ങനത്തെ ആളുകളായിട്ടാണ് നമ്മുടെ വീടിൽ കഴിയുന്നതെങ്കിൽ നമ്മുടെ ഉമ്മാടെ റൂഹ് നമ്മുടെ ഉപ്പാടെ റൂഹ് വന്നിട്ട് പറയുമത്രേ, എന്റെ സമ്പത്ത് ഞാനുണ്ടാക്കിയ സമ്പത്തിൽ ആറാടുന്നവരെ, ഞാനുണ്ടാക്കിയ വീടിൽ കഴിയുന്നവരെ, ഞാനുണ്ടാക്കിയ ഭവനത്തിൽ താമസിക്കുന്നവരെ,
സമ്പത്ത് അനുഭവിക്കുന്നവരെ എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ റൂഹുകൾ ശപിച്ചു പോകുമെന്ന് മഹാന്മാരായ വ്യക്തികൾ നമ്മെ പറയുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആലോചിച്ചു നോക്കിയേ, ദിവസമൊന്നും നമ്മുടെ മരിച്ചവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് ദിവസമൊന്നും പോകാൻ കഴിയുന്നില്ല. പക്ഷെ ചില ആൾക്കാർ ദിവസം പോകുന്നവരുണ്ട്, ചില മക്കൾ ദിവസവും ഖബർ സിയാറത്ത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. 2 ദിവസം കൂടുമ്പോൾ പോകാൻ പറ്റുമോ? അതിനും പറ്റൂല. ആഴ്ചയിലാവുന്നൊരു വെള്ളിയാഴ്ച പോകാൻ പറ്റുമോ? വെള്ളിയാഴ്ച പോവും, ഉസ്താദ് അങ്ങോട്ട് ദ്വാരുന്നതും വേഗം പോകും. എന്നിട്ട് അവന്റെ പണി നോക്കിയിട്ട് പോകും. അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, പള്ളിക്കാട്ടിൽ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഖബറിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ മോനെ ഒരു ഫാത്തിഹക്ക് വേണ്ടിയിട്ട്, എന്റെ മോനെ ഫാത്തിഹ ഓതുമല്ലോ, എന്റെ മോൻ എന്റെ ഖബറിന്റെ ചാരത്തേക്ക് വന്നിട്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും എനിക്ക് വേണ്ടിയിട്ടൊരു ഫാത്തിഹ ഓതുമല്ലോ. ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും ദാറഖൂമുൽ മുഅ്മിനീ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ യാ അബീ എന്ന് പറഞ്ഞിട്ട് എന്റെ മോൻ എന്റെ ഖബറിന്റെ ചാരത്തേക്ക് വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോരോ ഉമ്മമാരും ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഏത് മക്കളാ പോകുന്നത്? ഇനിയിപ്പോ വെള്ളിയാഴ്ച പോകാൻ പറ്റില്ല, വർഷത്തിലൊരു വട്ടമാകുന്ന പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന 27 രാവിന്റെ അന്ന് പള്ളിക്കോട് മുഴുവൻ നിറഞ്ഞു നിൽക്കായിരിക്കും. സത്യ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം 27 രാവിന്റെ യാ റബ്ബി പള്ളി മൊത്തം ആളുകളുണ്ടാവും, പള്ളിക്കാട് മൊത്തം ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അന്നെങ്കിലും അവരവരുടെ ഉമ്മാനെയും വാപ്പാനെയും കൂട്ടുകുടുംബത്തിനെയും ഓർക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകുമോ എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ദീന് പഠിപ്പിച്ചു കൊടുക്കണം. വേണ്ടതുപോലെ ദീന് കൈകാര്യം ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓരോരോ പക്വതയോടെ ദീന് പഠിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ ആകാശ ലോകത്തിൽ നിന്ന് കോടാനകോടിക്കണക്കിന് വരുന്ന മാലാഖമാർ ഇങ്ങനെ ഇറങ്ങി വരുമത്രേ. ഓരോ വീടുകളിലും ഇങ്ങനെ ഇറങ്ങി വരുമത്രേ. മലക്കുകൾ വരുന്നത് എങ്ങനെയാണ്? മഹാന്മാര് പറയുന്നു, എങ്ങനെയാണ്? നമ്മുടെ അരികിലേക്ക് അല്ലാഹുവിന്റെ കോടാനകോടിക്കണക്കിന് വരുന്ന മാലാഖമാര് നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അവിടുന്ന് മഹാന്മാര് പറയുന്നു, അവർ ദുആ ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ വരും. സ്വഹാബാ, മഹാന്മാര് പറയുകയാണ്, ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് ലൈലത്തുൽ ഖദർ അന്നാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ 27 രാവിന്റെ അന്നാണെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അമൽ ചെയ്യുമ്പോ നമ്മൾ 2 കരങ്ങൾ പടച്ചവനാകുന്ന ഹാലിക്കായ റബ്ബിലേക്ക് കരമുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകി വരുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിനൊരു കോരിത്തരിപ്പ് വരുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിനൊരു രോമാറ്റം വരുന്നുണ്ടോ? എന്നാൽ അവിടെ മാലാഖമാര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചു തരികയാ. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ലൈലത്തുൽ ഖദറിന്റെ അന്നാണ് എന്ന് പറഞ്ഞിട്ട് 27 ഉദാഹരണം, 27 രാവിന്റെ അന്നാ ലൈലത്തുൽ ഖദർ സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ അമൽ ചെയ്യാണ്, നിസ്കരിക്കന്നെ, സൽക്കർമ്മങ്ങൾ ചെയ്യന്നെ, വിക്റും സ്വലാത്തുകളും ഇങ്ങനെ ചൊല്ലിയന്നെ, ഖുർആൻ ഇങ്ങനെ ഓതന്നെ, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് 2 കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് വീഴുന്നുണ്ടോ? നിന്റെ ശരീരത്തിൽ ഒരു കോരിത്തരിപ്പ്, ഒരു രോമാഞ്ചം വരുന്നുണ്ടോ?
മനസ്സിലാക്കിക്കോ, അള്ളാന്റെ മാലാകമാർ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവര് വന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം നമുക്ക് മനസ്സിലായല്ലോ. ആ മാലാകമാർ അവിടെ വന്നിട്ടുണ്ട് എന്നതിന്റെ ഒരു അടയാളം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അള്ളാഹു മനസ്സിലാക്കി പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനധികം നീട്ടിപിടിക്കാതെ കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നത്തെ ദിവസം നമുക്ക് വേണ്ടതുപോലെ മുതലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, സിദ്റത്തുൽ മുൻതഹയുടെ താമസക്കാരാകുന്ന ആ മാലാഖമാർ ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. കൂട്ടം കൂട്ടമായിട്ട് ഓരോരോ മാലാഖമാർ, ഇങ്ങനെ കോടാനക്കോടിക്കണക്കിന് മാലാഖമാർ ഇറങ്ങി വരുമെന്ന് നമ്മൾ പരിചയപ്പെട്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ മാലാഖമാരെ പറ്റിയിട്ട്, സിദ്റത്തുൽ മുൻതഹയുടെ താമസക്കാരായ മാലാഖമാരാണ് അവര്. അവരുടെ നേതൃത്വത്തിൽ സയ്യിദുനാ ജിബ്രീൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവരുടെ നേതൃത്വത്തിൽ സിദ്റത്തുൽ മുൻതഹയുടെ മാലാഖമാർ, അവിടത്തെ താമസക്കാരാകുന്ന മാലാഖമാരുടെ നേതൃത്വത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോഴേ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ റസൂലുള്ളാഹിയാണ് പറയുന്നത്. അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, സിദ്റത്തുൽ മുൻതഹയുടെ താമസക്കാരാകുന്ന മാലാഖമാരുടെ നേതൃത്വത്തിലെ ആ നേതൃത്വത്തിന്റെ കൂടെ മലക്കുകളുടെ ക്യാപ്റ്റനാകുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവരുടെ കയ്യിൽ 4 കൊടികളുണ്ട്. സിദ്റത്തുൽ മുൻതഹയുടെ താമസക്കാരാകുന്ന മാലാഖമാരുടെ കൂടെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയും കടന്നു വരുന്നുണ്ട്. ആ ജിബ്രീലിന്റെ കൂടെയും അതുപോലെ തന്നെ ആ മലക്കുകളുടെ കൂടെയും 4 കൊടികൾ അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, സ്വഹാബാ, അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്, അതിൽ നിന്നുള്ള 1ാമത്തെ കൊടി അവർ എവിടെയാണ് വെക്കുന്നതെന്നറിയുമോ? ഈ ലോകത്തിന്റെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫിന്റെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിലാണ് 1ാമത്തെ കൊടി നാട്ടുന്നത്. 2ാമത്തെ കൊടി നാട്ടുന്നത് എന്നറിയുമോ? ആ തൂരി സീനാ പർവ്വതമുണ്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയിട്ട് അല്ലാഹുവിന്റെ പ്രകാശം കണ്ടിട്ട് മൂസാ നബി ബോധം കെട്ടുപോയ തൂരി സീനാ എന്ന് പറയുന്ന പർവ്വതമുണ്ടല്ലോ, ആ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലാണ് 2ാമത്തെ കൊടി നാട്ടുന്നത്. 3ാമത്തെ കൊടി നാട്ടുന്നത് എവിടെയെന്നറിയോ? മസ്ജിദുൽ ഹറാം. 3ാമത്തെ കൊടി അവിടെ നാട്ടുകയാണ്. 4ാമത്തെ കൊടി ബൈത്തുൽ മുഖദ്ദസിലാണ് നാട്ടുന്നത്. ഇങ്ങനെ 4 കൊടികൾ അവര് നാട്ടുന്നു സ്വഹാബാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ സത്യവിശ്വാസികളാകുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെ വീട്ടിലേക്കോ ആ മാലാഖമാരിങ്ങനെ സന്ദർശിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു നോക്കിയേ, റസൂലുള്ളാഹി പറയുന്നത്, അന്നത്തെ ദിവസമുണ്ടല്ലോ ഈ മാലാഖമാരുണ്ടല്ലോ, ജിബ്രീലിന്റെ നേതൃത്വത്തിൽ വരുന്ന സിദ്റത്തുൽ മുൻതഹയുടെ താമസക്കാരാകുന്ന ജിബ്രീൽ അടക്കം വരുന്ന ആ മാലാഖമാര്, ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് ആ മാലാഖമാര് കടന്നു വരുമെന്ന്, എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്. ഈ നല്ല നല്ല കാര്യത്തിലാണ് ഏർപ്പെടുന്നതെങ്കിൽ എനിക്ക് വേണ്ടി ആ മാലാഖമാര് ദുആ ചെയ്യുമെന്ന് പഠിപ്പിച്ചതാരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്ത്
ഭാഗ്യം ചെയ്തവരാ നമ്മളിലെ. ആലോചിച്ചു നോക്കി, എന്ത് ഭാഗ്യം ചെയ്തവരാ. ആ മാലാഖമാര് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്നിട്ടോ റസൂലുള്ളാഹി പറയുകയാണ്, എല്ലാ ആളുകളുടെ വീട്ടിലും അവർ പ്രവേശിക്കുമ്പോ മൂന്ന് വീടുകളിൽ അവർ പ്രവേശിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അതുവരെ സ്വഹാബത്ത് ആകാംക്ഷയോട് കേട്ടപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയേ, ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത, ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാർ ഇറങ്ങി വരാത്ത വീട് ഏതാണ് റസൂലേ? ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത ആളുകളും ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാർ പ്രവേശിക്കാത്ത വീടുകളും ഏതൊക്കെയാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ഒന്നാമതുണ്ടല്ലോ കോടാനം കോടിക്കണക്കിന് വരുന്ന മാലാഖമാര്. അന്നത്തെ ദിവസം ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ 4 വിഭാഗം ആളുകളുടെ വീട്ടില് അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് കടക്കൂല സ്വഹാബാ. ആ 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദർ ലഭിക്കൂല സ്വഹാബാ. സ്വഹാബത്ത് ആകാംക്ഷയോടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒന്നാമത്തെ വിഭാഗക്കാര് ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കള്ള് കുടിക്കുന്നവരുണ്ടോ, ലഹരികൾ ഉപയോഗിക്കുന്നവരുണ്ടോ, മദ്യപിക്കുന്നവരുണ്ടോ, അവരുടെ വീടുകളിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാര്, ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് പ്രവേശിക്കില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗക്കാരുണ്ടല്ലോ, ലൈലത്തുൽ ഖദർ കിട്ടാത്തതോ, ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് പ്രവേശിക്കാത്ത വീടോ, അത് കള്ള് കുടിക്കുന്ന ആളുകളുടെ വീടുകളുണ്ടല്ലോ, ലഹരി ഉപയോഗിക്കുന്നവരുടെ വീടുകളുണ്ടല്ലോ, മദ്യപിക്കുന്നവരുടെ വീടുകളുണ്ടല്ലോ, അവരുടെ വീടുകളില് അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് ഇറങ്ങി ചെല്ലൂല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒന്നാമത്തെ ലൈലത്തുൽ ഖദർ കിട്ടാത്ത ഒന്നാമത്തെ വിഭാഗം കള്ള് കുടിക്കുന്നവരാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗക്കാര് ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, രണ്ടാമത്തെ വിഭാഗക്കാരാരെന്നറിയുമോ സ്വഹാബാ? നമ്മളെ നൊന്തുപറ്റ, നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മ, നമുക്ക് അമ്മിന്റെ പാല് തന്ന നമ്മുടെ ഉമ്മ, നമ്മളതാ 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 2.5 വയസ്സ് വരെ നമുക്ക് അമ്മിന്റെ പാല് തന്ന ഉമ്മ, നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, നമ്മളെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ നമ്മുടെ വാപ്പ, ഈ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ? ഈ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ? അവരെ വേദനിപ്പിക്കുന്നവരുണ്ടോ? അവർക്കും നാളെ ലൈലത്തുൽ ഖദർ ലഭിക്കൂല. ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാര് ഉമ്മയോട് കെട്ടി നിൽക്കുന്ന വീടുകളുണ്ടോ? വാപ്പയോട് കെട്ടി നിൽക്കുന്ന വീടുകളുണ്ടോ? ആ വീടുകളിൽ അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാരങ്ങ് പ്രവേശിക്കൂല. ആ വീടുകളിൽ ഇറങ്ങി ചെല്ലൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരു പെണ്ണ് കെട്ടിയതിന്റെ പേരില് ആ പെണ്ണിന്റെ വാക്കും കേട്ടുകൊണ്ട് നൊന്തുവന്റെ ഉമ്മാരെ വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന മക്കളുടെ കാലമാ. തന്റെ ഭാര്യയെ ഉപദേശിച്ചു
തന്റെ ഭാര്യയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് മോളെ അത് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞതിന്റെ പേരില് ഉമ്മാടെ മുഖത്തേക്ക് അടിക്കുന്ന കാലവാ, ഉമ്മയെ ഉപദ്രവിക്കുന്ന കാലവാ, ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന കാലവാ. ആ മക്കള് കേൾക്കണേ. റസൂലുള്ള പറയുന്നു, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരുണ്ടോ അവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. അവരുടെ വീടുകളിലോ ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാരെ ഇറങ്ങി വരൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, ഒന്നാമത്തെ വിഭാഗം കള്ള് കുടിക്കുന്നവരാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണെങ്കിൽ, മൂന്നാമത്തെ വിഭാഗക്കാരാരാണ് നബിയേ? ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത, ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാർ ഇറങ്ങി വരാത്ത വീട്, ആ ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത ആള് അവരാരാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, സ്വഹാബ, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? തന്റെ കൂട്ടുകുടുംബത്തിനോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ? തന്റെ അയലവാസികളോട്, തന്റെ ജ്യേഷ്ഠാനിജ സഹോദരങ്ങളോട്, തന്റെ കൂടപ്പിറപ്പിനോട്, തന്റെ മാതാപിതാക്കളോട്, തന്റെ കൂടപ്പിറപ്പിനോട് ഇങ്ങനെ തെറ്റി നിൽക്കുന്നവരുണ്ടോ? കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബ, അവർക്കും നാളെ ലൈലത്തുൽ ഖദർ ലഭിക്കൂല. അവരുടെ വീട്ടിലേക്കും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ആ ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാരെ അവരുടെ വീട്ടിലേക്കും അങ്ങ് ഇറങ്ങി ചെല്ലൂല. നാലാമത്തെ വിഭാഗക്കാര് ആരാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, സ്വഹാബ, തെറ്റി നിൽക്കുന്നവരുണ്ടോ? ആ തെറ്റി നിൽക്കുന്ന ആളുകൾക്കോ ലൈലത്തുൽ ഖദറിന്റെ ആ പ്രതിഫലം കിട്ടൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആലോചിച്ചു നോക്കി, കള്ളു കുടിക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. ആലോചിച്ചു നോക്കിയേ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. തെറ്റി നിൽക്കുന്നവർക്ക് ലഭിക്കൂല. നാല് വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നാല് വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കൂല. അവരുടെ വീട്ടിലേക്ക് ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാർ ഇറങ്ങി ചെല്ലൂല. ഒന്നാമത്തെ വിഭാഗം അത് കള്ളു കുടിക്കുന്നവരാണ്, മദ്യപിക്കുന്നവരാണ്. 2, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരാണ്. 3, കുടുംബ ബന്ധം മുറിച്ചവരാണ്. 4, ഒരു കാരണമില്ലാതെ തെറ്റി നിൽക്കുന്ന ആളുകളുണ്ട്. എന്തിനവർ തെറ്റി നിൽക്കുന്നത്? അവരോടൊക്കെ പോയി സലാം പറഞ്ഞു മുണ്ടി ആ ബന്ധം സ്ഥാപിപ്പിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, ആ മുഅ്മിനീങ്ങളാകുന്ന ആളുകളുടെ വീട്ടിലേക്ക് ലൈലത്തുൽ ഖദറിന്റെ മാലാഖമാർ വന്നിട്ട് സലാം പറയുമത്രേ. എന്നിട്ട് സലാം പറഞ്ഞിട്ട് അവർ നമ്മളോട് പറയുമത്രേ, അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കടന്നു പോകുമെന്ന് മഹാന്മാരായ വ്യക്തികൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ദുആകൾ നമ്മൾ ചെയ്യാറുണ്ടല്ലേ? അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ദുആ, ഉസ്താദുമാരൊക്കെ നമുക്ക് ഒരുപാട് ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് അന്നത്തെ ദിവസം അല്ലേ? റമളാൻ 1 മുതൽക്ക് നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആ ഏതാ അറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമളാൻ 1-30. റമളാൻ 1 മുതൽ അവസാനം വരെ നമ്മൾ ചൊല്ലുന്ന ഒരു ദുആ ആണ് ഇത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമളാനിന്റെ അവസാനത്തെ പറ്റി നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, റമളാനിന്റെ അവസാനത്തിൽ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്ന ഒന്ന് നരകമോചനം ചോദിക്കുന്നുണ്ട്. 2 സ്വർഗ്ഗപ്രവേശനം നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ? അന്ന് റമളാന്റെ അവസാനത്തെ 10 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കണം അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ, അല്ലാഹുമ്മ ജിർനി മിനന്നാർ. അല്ലാഹുവേ ഞങ്ങളെ നീ നരകമോചിതരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ പറയും. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കാറുണ്ട്. 5 വഖ്ത് നിസ്കാരങ്ങളിലും അല്ലാത്ത നിസ്കാരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും നമ്മൾ ചോദിക്കാറുണ്ട്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഉമ്മമാരെ. ഇനി പറയുന്ന കാര്യം നിങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കി വെക്കണേ ഉപ്പമാരെ. നമ്മൾ വെറുതെ ചൊല്ലിയാൽ മാത്രം പോരാ, അതിന്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുമ്പോൾ നമുക്ക് ഈമാൻ വരും. കണ്ണുകൂടെ ഇങ്ങനെ വെള്ളം വരും. അർത്ഥറിഞ്ഞിട്ട് 5 വഖ്ത് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന് ചൊല്ലിക്കഴിഞ്ഞു. എന്നിട്ട് അവിടുന്ന് ചൊല്ലുന്നു അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ اللهم إنك عفو تحب العفو فاعف عني. ഇത് നമ്മൾ അർത്ഥം പറഞ്ഞേ പറ്റൂ. ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചേ പറ്റൂ. വെറുതെ ചൊല്ലുന്ന ദുആ മാത്രമല്ല ഉപ്പമാരെ, അതിന്റെ അർത്ഥം നമ്മൾ ഇവിടുന്ന് പഠിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് നമ്മൾ ചൊല്ലുന്നത്? പടച്ചവനോട് 5 വഖ്ത് നിസ്കാരത്തിന് ശേഷവും ഉസ്താദ് നമുക്ക് ചൊല്ലിത്തരുന്നു, നമ്മൾ അതനുസരിച്ച് ചൊല്ലുന്നു. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അർത്ഥം പഠിക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലാഹുവേ, പടച്ചോനെ എന്നൊക്കെ നമ്മൾ വിളിക്കൂലേ? അല്ലാഹുമ്മ അല്ലാഹുവേ അഅ്തിഖ്നി, എന്നെ നീ മോചിപ്പിക്കണേ. എന്റെ ഉമ്മമാര് ഉപ്പമാര്, ഞാനിത് ഇങ്ങനെ അർത്ഥം പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ കണ്ണൊന്നടച്ചിട്ട് ഹൃദയത്തിൽ നമ്മുടെ ഈ നെഞ്ചിന്റെ ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മനസ്സിനോടൊന്ന് ചോദിക്കുക. അല്ലാഹുവിലേക്ക്, പടച്ചവനിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുക. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഉമ്മമാരെ ഉപ്പമാരെ. അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലാഹുവേ അഅ്തിഖ്നി, എന്നെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. കണ്ണ് തുറക്കരുത് ഞാൻ പറയുന്നത് വരെ. അഅ്തിഖ്നി, എന്നെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തു പോയിട്ടുണ്ട്. ഒരു ക്വാളിറ്റി പോലും നിങ്ങൾക്കില്ല സ്വർഗത്തേക്ക് പോകാം. നിന്റെ അഫുവല്ലാതെ, നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്കൊരു ക്വാളിറ്റിയുമില്ല അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, നിന്റെ കരുണയില്ലാതെ ഞങ്ങൾക്കൊരു രക്ഷയുമില്ല അല്ലാഹ്. അല്ലാഹുവേ അഅ്തിഖ്നി, എന്നെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. മിനന്നാർ, നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഞാൻ എന്റെ
ജീവിതത്തിൽ ചെയ്തത് മുഴുവനും പാപമാ. ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും പാപമാണ് ചെയ്തത്. എനിക്കിത് ചോദിക്കാൻ യോഗ്യതയില്ലെന്ന് എനിക്കറിയാം. നമ്മളാകണം ഏറ്റവും വലിയ മോശക്കാരി. നമ്മുടെ അറിവിൽ നമ്മളായിരിക്കണം ഏറ്റവും വലിയ മോശക്കാരി. ഏറ്റവും വലിയ മോശക്കാരി നമ്മളായിരിക്കണം. ഉമ്മ പടച്ചവനോട് പറയാണല്ലോ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. എന്നിട്ട് നമ്മൾ പറയാണ്, നമുക്കൊരു യോഗ്യതയുമില്ലാത്ത ഒരു സംഗതി അല്ലാഹുവോട് ചോദിക്കുന്നു, അദ്ഖിൽനീ, നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ അല്ലാ. വഅദ്ഖിൽനീ, എന്നെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ അല്ലാ. അൽ ജന്ന, സ്വർഗ്ഗത്തിന് എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്, എന്ത് ക്വാളിറ്റിയാണ് നമുക്കുള്ളത്. പടച്ചവനോട് നമ്മൾ ചോദിക്കുന്നു, റബ്ബേ ആ സ്വർഗ്ഗത്തിൽ എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ യാ റബ്ബൽ ആലമീൻ. ലോകത്തിന്റെ അധിപനാകുന്ന, ലോകത്തിന്റെ സംവിധായകനാകുന്ന, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണം, സ്വർഗ്ഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണം എന്ന് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. മാത്രമല്ല, നിർത്തിയില്ല, പിന്നെയും അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, തീർച്ചയായും നീ. ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലഫ്ളായിട്ട് അർത്ഥം പറയുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, തീർച്ചയായും നീ, പഠിച്ചോനെ, തീർച്ചയായും നീ, അഫൂൻ, നീ കൂടുതൽ മാപ്പ് നൽകുന്നവനാണല്ലോ, തുഹിബ്ബുൽ അഫ്വാ, മാപ്പ് നൽകാൻ നീ ഇഷ്ടപ്പെടുന്നുവല്ലോ, ഫഅഫു അന്നീ, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഞാൻ ചെയ്തത് മുഴുവൻ പാപമാണെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ഞാൻ ഒരു സൽക്കർമ്മം ചെയ്തിട്ടില്ലെന്നറിയാം. എല്ലാവരിൽ വെച്ച് ഏറ്റവും വലിയ മോശക്കാരി, എല്ലാവരിൽ വെച്ച് ഏറ്റവും വലിയ മോശക്കാരൻ ഞാനാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്ത് നോക്കിയേ. കണ്ണ് തുറക്കും മുഅ്മിനീങ്ങളെ. ഇത് ആര് മനസ്സറിഞ്ഞിട്ട് ഇപ്പൊ ചൊല്ലിയിട്ടുണ്ട്, അവരെ കണ്ണ് നിന്ന് ഒരു ഇറ്റിയെങ്കിലും കണ്ണുനീര് വീണിട്ടുണ്ടാവും. അർത്ഥമറിഞ്ഞ് ചൊല്ലിയവര്, പടച്ചവരിലേക്ക് ഏൽപ്പിച്ച് ചൊല്ലിയവര്, ഒരിറ്റി കണ്ണുനീരെങ്കിലും അവിടെ കണ്ണെന്ന് വന്നിട്ടുണ്ടാവും. ഒരു യോഗ്യതയുമില്ലാത്ത കാര്യങ്ങളാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ വലിയ അമലൊന്നും ചെയ്തിട്ടില്ല, നമ്മളധികം സൽക്രമങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരുന്നവനാണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നരകമോചനം ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ജിർനി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അസ്അലുകൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം നമ്മൾ ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന, നമ്മുടെ ഉമ്മയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ലൈലത്തുൽ ഖദറാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ അധികരിപ്പിക്കേണ്ട ദിക്ർ, അധികരിപ്പിക്കേണ്ട ദുആ ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ, ലൈലത്തുൽ ഖദറ എന്ന് നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നീ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്ർ ഏതെന്നറിയുമോ?
അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്ന് പറയുന്ന ദിക്റിനെ അധികരിപ്പിക്കണേ ആയിഷ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ വിചാരിക്കുക എന്താ ഇടക്കിടക്ക് ഉസ്താദ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന്. മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കണേ. വെറുതെ നമ്മൾ പോകുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ വരുന്ന ക്ലാസ് നമ്മൾ ഒരിക്കലും ഒന്നും നമുക്ക് കിട്ടാത്ത രൂപത്തിലുള്ള ക്ലാസ് ആകരുത്. എന്തെങ്കിലും അത് നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനം നമ്മൾ വലിയൊരു ഇൽമ് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് പരിശുദ്ധമായ റമളാനിന്റെ ആ ഒറ്റയൊറ്റ രാവ്, അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് നമ്മൾ ചൊല്ലുന്നത് സാധാരണ പോലെ റമളാനിൽ നമ്മൾ 1 മുതൽ 30 വരെ ചൊല്ലുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് പറയുന്ന ദിക്ർ നമ്മൾ ചൊല്ലലുണ്ട്. അത് റമളാനിന്റെ 1 മുതൽ അവസാനം വരെ നമ്മൾ ചൊല്ലണമല്ലോ. അതിനുശേഷം ഓരോ 10 സ്പെഷ്യലായിട്ടുള്ള ദുആകളുണ്ട്. അതിൽ മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ എന്നു നമ്മൾ ഇങ്ങനെ അധികരിപ്പിക്കണം റമളാനിലെ അവസാനത്തെ 10. മാത്രമല്ല മഹാന്മാര് പറയുന്നുണ്ട്, റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ദിക്റുകൾ അധികരിപ്പിക്കണേ. മാത്രമല്ല അതിന്റെ ഒപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം യാ ദൽ ജലാലി വൽ ഇക്റാം. മനസ്സിലാകുന്നുണ്ടോ? റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നമ്മൾ ഏറ്റവും അധികരിപ്പിക്കേണ്ട ഒന്നാമത്തെ ദിക്ർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. 1 ഇതാർക്കും അറിയാത്തില്ല. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. 2 അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. 3 നാലാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം യാ ദൽ ജലാലി വൽ ഇക്റാം. 4 ഇത് അധികരിപ്പിക്കും. മാത്രവുമല്ല ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസത്തിൽ ഇന്നാ അൻസൽനാഹു സൂറത്തുൻ നമ്മൾ ഓതണം. സൂറത്തുൽ ഖദർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറുൻ ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر എന്ന് പറയുന്ന സൂറത്ത് നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആ ഒറ്റ രാവുകൾ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദർ ലഭിക്കാൻ സാധ്യതയുള്ളത് ഒറ്റ രാവുകളിലാണല്ലോ. അന്നത്തെ രാവുകളിൽ 21 രാവ് നമ്മളോട് വിട പറഞ്ഞു, 23 വിട പറഞ്ഞു, 25 കടന്നു വരുന്നു, 27 കടന്നു വരുന്നു, 29 കടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ള രാവ് നമ്മൾ ശ്രദ്ധിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അതുകൊണ്ട് റമദാനിലെ അവസാനത്തെ പത്തിലെ ആ ഒറ്റ രാവുകളിൽ സുബഹി, ഇശാ നിസ്കാരം, മഗ്രിബ് നിസ്കാരം പ്രത്യേക ജമാഅത്തായിട്ട് നിസ്കരിക്കണം. മനസ്സിലാകേണ്ടത് നിങ്ങൾക്ക്. സുബഹി നിസ്കാരം, ഇശാ നിസ്കാരം, മഗ്രിബ് നിസ്കാരം, ആ നിസ്കാരം പ്രത്യേക ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ഇപ്പൊ നമ്മള് വീട്ടിലാണെങ്കിലും ഉമ്മമാര് മക്കളെ കൂട്ടിയിട്ട് നിസ്കരിക്കുക, ജമാഅത്തായിട്ട് ഇമാമായിട്ട് നിസ്കരിക്കുക. അവർക്ക് സുന്നത്ത് തന്നെയാണല്ലോ. സ്ത്രീകൾക്കും വീട്ടിലിരുന്നിട്ട് ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ. അത് നമ്മൾ ശ്രദ്ധിക്കണം. 21 രാവ്, 23 രാവ്, 25, 27, 29 ഈ രാവുകളിൽ പ്രത്യേകം അന്നത്തെ രാവുകളെങ്കിലും സുബഹി നിസ്കാരം, ഇശാ നിസ്കാരം, മഗ്രിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ സുന്നത്തുകൾ ഒരുപാട് അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുക, സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുക, തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ നിസ്കരിക്കുക, റവാത്തിബ് നിസ്കരിക്കുക, ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുക, ശേഷമുള്ള നിസ്കരിക്കുക, അസ്റിന്റെ മുമ്പുള്ള 4 റക്അത്ത് നിസ്കരിക്കുക, മഗ്രിബിന്റെ മുമ്പ് ശേഷമുള്ളത് നിസ്കരിക്കുക, ഈ റവാത്തിബൊക്കെ നിസ്കരിക്കുക. സുന്നത്തായ കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുണ്യം കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മൻ ഖറഅ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ ബഅദൽ ഇശാ 7 മർറാത്ത്. മൻ ഖറഅ ഒരുവൻ ഓതിയാൽ, ഒരുത്തൻ ഓതിയാൽ, അല്ലെങ്കിൽ ഒരുത്തി ഓതിയാൽ, ഒരുത്തൻ ഓതിയാൽ, ആരെങ്കിലും ഓതിയാൽ, മൻ ഖറഅ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ബഅദൽ ഇശാ, ഇശാ നിസ്കാരത്തിന് ശേഷം 7 മർറാത്ത് 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ, 7 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു എന്ന് പറയുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇശാ നിസ്കാരത്തിന്റെ ശേഷമോ, അതായത് തറാവീഹ് നിസ്കാരത്തിന്റെ ശേഷമോ, ഇശാ നിസ്കാരത്തിന്റെ ശേഷമോ ഒരാൾ 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവന്റെ ജീവിതത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവന്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ആപത്തുകളിൽ നിന്നും അവനെ അല്ലാഹു തടയുന്നതാണ്. ചില മഹാന്മാര് പറയുന്നത് കണ്ടാം, 7 ലക്ഷം വരെ മലക്കുകൾ അവനക്ക് വേണ്ടി ദുആയിരിക്കുമത്രേ. മനസ്സിലാക്കണം, 7 ലക്ഷം വരുന്ന മാലാഖമാർ, 1 അല്ല 2 അല്ല 10 അല്ല 10000 അല്ല 1 ലക്ഷമല്ല, 7 ലക്ഷത്തോടെ വരുന്ന മാലാഖമാർ അവനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, തീർച്ചയില്ല ഇനി ഒരാൾ സുബ്ഹി നമസ്കാര ശേഷം ഈ സൂറത്ത് ഓതിയാൽ, 7 പ്രാവശ്യം ഓതിയാൽ അവന്റെ മുഴുവൻ കടങ്ങൾക്കും അല്ലാഹു പരിഹാരം കാണിച്ചു കൊടുക്കുമത്രേ. അവന്റെ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമത്രേ. അവന്റെ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. അവന്റെ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. കടബാധിത ഉള്ളവരുണ്ടോ? കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? അയ്യാഹി കുടുംബങ്ങളെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? ജീവിതത്തിൽ എന്നും പ്രയാസമാണ് ഉസ്താദേ, ജീവിതത്തിൽ എന്നും പ്രതിസന്ധിയാണ് ഉസ്താദേ, ജീവിതത്തിൽ എന്നും വിഷമമാണ് ഉസ്താദേ, ഞങ്ങൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നാ അൻസൽനാഹു സൂറത്ത് ഒരാൾ സുബ്ഹി നമസ്കാര ശേഷം ഓതിക്കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുമത്രേ. അവന്റെ കടബാധിതകൾ അല്ലാഹു മാറ്റാനുള്ള വഴികൾ തുറന്നു കൊടുക്കുമത്രേ. ഇനി ഒരാൾ 5 വഖത്തിലും ഓതിയാൽ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇനി ഒരാൾ 5 വഖത്ത് നിസ്കാരത്തിലും ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവർക്ക് റിസ്ക് നൽകും.
ആലോചിച്ചോക്കെ, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവൻക്ക് റിസ്ക് നൽകും. റിസ്ക് എന്ന് ഉദ്ദേശിച്ചത് വെറും ഫുഡ് അടിക്കൽ മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല കേട്ടോ. സാമ്പത്തികമായ നിലക്കാകാം, പണമായ നിലക്കാകാം. അല്ലാഹു പല നിലക്ക് റിസ്ക് അല്ലാഹു അവൻക്ക് നൽകും. അല്ലാഹു അത്രയും വിഭാഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മുത്തുമുഅ്മിനീങ്ങളെ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, ഇനി ഒരാൾ 3 പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതിയാൽ, ഇത് റമളാനിക്ക് മാത്രമല്ല മൊത്തത്തിലാ പറയുന്നത് കേട്ടോ, 3 പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതിയാൽ കണ്ണേറുകളുണ്ടല്ലോ, കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടും, സിഗറിൽ നിന്ന് രക്ഷപ്പെടും, കൊതി പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഐനു ഹഖ്ഖുൻ, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറുള്ളത് യാഥാർത്ഥ്യമാണ് സ്വഹാബ. ഒട്ടകത്തിനെ ചട്ടിയിലേക്കും മനുഷ്യരെ ഖബറിലേക്ക് വരെ കണ്ണേരെത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞ അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൽ നിന്ന് രക്ഷപ്പെടണോ, സിഗറിൽ നിന്ന് രക്ഷപ്പെടണോ, കൊതി പോലെയുള്ള രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണോ, എന്നാൽ എല്ലാ നിസ്കാരത്തിന് ശേഷവും 3 തവണയെങ്കിലും ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു പോയി. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മാത്രല്ല, ഇനി ഒരാൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും സുബ്ഹി നിസ്കാരത്തിന് ശേഷവും ഇന്നാ അൻസൽനാഹു സൂറത്ത് പതിവാക്കിയാൽ, നിങ്ങൾക്ക് മനസ്സിലാണ്ടോ, പതിവാക്കിയാൽ ജീവിതത്തിൽ ദിവസവും ചൊല്ലുന്നുണ്ട്. 4 ദിവസം ചൊല്ലിയിട്ട് 5ാമത്തെ ദിവസം ചൊല്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകളല്ല, എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. പതിവാക്കി കഴിഞ്ഞാൽ മഹാന്മാര് പറയുകയാണ്, മഗ്‌രിബിനും സുബ്ഹിക്കും ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ ശപിക്കപ്പെട്ട ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ശർറിൽ നിന്ന് അല്ലാഹു അവനെ കാവലിനെ അല്ലാഹു നൽകുമെന്നാണ്. എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും ഇന്നാ അൻസൽനാഹു സൂറത്ത് പതിവാക്കിയാൽ ശൈത്താനുണ്ടല്ലോ, ശപിക്കപ്പെട്ട ഇബ്ലീസ്, അവന്റെ ശിറിനെ തൊട്ട് അവനെ അല്ലാഹു മോചിപ്പിക്കും, അല്ലാഹു അവനക്ക് കാവലിനെ നൽകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു. മാത്രമല്ല, നിർത്തിയില്ല, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇനി ഒരാൾ 1000 പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാലോ, വെള്ളിയാഴ്ച ദിവസം ഒരു 1000 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ മരണത്തിന്റെ സമയത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയുമെന്ന് മഹാന്മാര് പറയുകയാണ്. അല്ലാഹു അൻസർ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, അവന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ യാത്രയിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. ഇനി ഒരാള് കണക്കില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ചൊല്ലിയെന്നെ അങ്ങനെ ചൊല്ലുന്ന ഒരാളാണെങ്കിൽ അല്ലാഹുവേ, അദ്ദേഹത്തിന് കണക്കില്ലാത്ത രൂപത്തിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും കരുണയും അല്ലാഹു ഇങ്ങനെ കൊടുക്കുമെന്ന് മഹാന്മാര് പറയുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാനൊരു ഇൽമു നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതുവരെ പറഞ്ഞത് ഇൽമു തന്നെയാണ്, അല്ലാഹു ഇൽമൊന്നുമല്ല. ഒരു വലിയൊരു ഇൽമു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണം. കാരണം നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മണ്ട്, വാപ്പുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് വേണ്ടി ഞാൻ എന്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, വർഷങ്ങളായി. വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മക്കള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്ത് ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി, വാപ്പക്ക് വേണ്ടി, കൂട്ടുകുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു? യാസീനോദി, ഓക്കെ. ഖുർആനോദി, ഓക്കെ. സിയാറത്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ. അതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്?
എന്നാ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ റെഡിയാണോ? മഹാന്മാരായ വ്യക്തികൾ പറഞ്ഞു തരുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അൽഹംദുലില്ലാഹ്, ലൈവിൽ 65ഓളം ആളുകളുണ്ട്. ആ ലൈവിലുള്ള ആളുകളോട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്, ഉസ്താദ് ഈ പറയാൻ പോകുന്ന ഇൽമ് നിങ്ങളെ കയ്യിൽ പേനുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ തന്നെ ഇൻഷാ അല്ലാഹ് ഈ സമയം നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ ഇൽമ് ജീവിതത്തിൽ ചെയ്താൽ മതി, പ്രവർത്തിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലൈവിലുള്ള ആളുകൾ ചെയ്യാൻ റെഡിയല്ലേ? റയ്യാഹിൻ കുടുംബങ്ങൾ ഒരു ഇൻഷാ അല്ലാഹ് വേണ്ടി നോക്കട്ടെ. ഇവിടെയുള്ള ഉമ്മമാരുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആൾക്കാരെ ലൈക്ക് അടിക്കുന്നുണ്ട്. ലൈക്ക് അടിക്കണേക്കാട്ടി ഒരു ഇൻഷാ അല്ലാഹ് എഴുതി വലിയ നോക്കട്ടെ. ഇതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഒരു 3 ഇൻഷാ അല്ലാഹ് മതി ബർക്കത്തിന്. അപ്പൊ ഇതിനെ കുറെ ആൾക്കാരെ വിടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ, ഈ ഇൽമ കേൾക്കുന്ന ഒരുപാട് മുത്തു മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങൾ നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പറയാൻ പോവാണ്, മയ്യത്തിന് ഖബറിൽ സന്തോഷം കിട്ടാനുള്ള നിസ്കാരവും അതിന്റെ രൂപവും. മയ്യത്തിന് ഖബറിൽ സന്തോഷം കിട്ടാനുള്ള നിസ്കാരവും അതിന്റെ രൂപവും. നിസ്കരിച്ചാൽ കിട്ടുന്ന ആളുകൾക്കുള്ള പ്രതിഫലം പറയുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിച്ചോളിട്ടാ, വലിയ ഇൽമാണത്. ഒന്നാമത്തേത് നിയ്യത്ത് വെക്കുക. എങ്ങനെ ഉസ്താദ് നിയ്യത്ത് വെക്കുക? പച്ച മലയാളത്തിൽ വെച്ച് മതി. അള്ളാഹ്ക്ക് എല്ലാ ഭാഷ അറിയാം. ഇപ്പൊ ഒരാൾ അറബി അറിയില്ലാന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാതിരിക്കല്ലേ. അള്ളാഹ് നിങ്ങൾക്ക് അറിയുന്ന ഭാഷ നിങ്ങൾ ദ്വാരുന്ന മതി. പഠിച്ചോ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, പാനുള്ളവരൊക്കെ എഴുതി വെച്ചോളിട്ടോ. ഒന്നാമത്തേത് നിയ്യത്ത് വെക്കുക. എങ്ങനെ നിയ്യത്ത് വെക്കുക? ഇന്നാനിന്ന് പറയുന്ന മയ്യത്തിന്റെ പേരിലുള്ള സന്തോഷം കൊണ്ടാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. ഉദാഹരണം പറഞ്ഞപ്പോ അന്നപ്പോ പറയാം, എന്റെ വല്യപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പൊ എന്റെ വല്യപ്പാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നതെങ്കിൽ, പഠിച്ചവനെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എന്റെ വല്യപ്പാന്റെ ഖബറിൽ സന്തോഷം കിട്ടാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. നിയത്ത് മനസ്സിലായോ? നമ്മളെ കുടുംബത്തിൽ നിന്ന് ആരെ ഉമ്മയാണോ മരണപ്പെട്ടെങ്കിൽ ആ ഉമ്മാന്റെ പേര് വെച്ചിട്ട് നിയത്ത് വെക്കുക. ഉപ്പയാണോ മരണപ്പെട്ടതെങ്കിൽ മക്കളാണെങ്കിൽ അവിടെ ഇന്നാനിന്നത് എന്ന് പറയാൻ കാരണം ആരാണോ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ വെച്ചാൽ മതി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നിയത്ത് വെച്ചിട്ട് നമ്മൾ സാധാ പോലെ നിസ്കരിക്കണം. അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലി ശേഷം നമ്മൾ സാധാ പോലെ അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ആദ്യ നിയ്യത്ത്, പിന്നെ വജ്ജഹത്തു, പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുക. പിന്നെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം. വീണ്ടും പറയണേ, ആദ്യ നിയ്യത്ത് വെക്കുക, പിന്നെ വജ്ജഹത്ത് ഓതുക, പിന്നെ ഫാത്തിഹ ഓതുക, പിന്നെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓതുക. 4 5 അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുൽ മകാബിർ എന്ന് പറയുന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. മനസ്സിലാവുണ്ടോ? നിയ്യത്ത് വെക്കുക, വജ്ജഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ആയത്തുൽ കുർസി ഓതുക, അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുൽ മകാബിർ എന്ന് പറയുന്ന സൂറത്തും ഒരു പ്രാവശ്യം ഓതുക. പിന്നെയുള്ളത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് 11 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. ലൈവിലുള്ള ഉമ്മമാരെ എത്ര പ്രാവശ്യമാണ്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്? എത്ര പ്രാവശ്യമാണ്? ആരും മിണ്ടുന്നില്ലല്ലോ റബ്ബേ. പള്ളിക്കാട്ടിന് സലാം പറഞ്ഞ പോലെയോ?
11 പ്രാവശ്യം. 11 അൽഹംദുലില്ലാഹ്. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം. പിന്നെയോ ആ ഒരു സെക്ഷൻ പൂർത്തിയായി. ഒന്നും കൂടി പറയട്ടോ. 1 നിയ്യത്ത്, 2 വജ്ജത്ത് ഓതുക, 3 ഫാത്തിഹ ഓതുക, 4 ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം, അൽഹാഖുമുത് തകാസുർ ഒരു പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം. രണ്ടാമത്തെ റക്അത്തിലും ഇതുപോലെ തന്നെ. രണ്ടാമത്തെ റക്അത്തിലും ഇതുപോലെ തന്നെ വജ്ജത്ത് ഓതണ്ട കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ്. രണ്ടാമത്തെ റക്അത്തിൽ ഇതുപോലെ ഫാത്തിഹ ഓതുക, സൂറത്തുൽ ആയത്തുൽ കുർസി ഓതുക, അൽഹാഖുമുത് തകാസുർ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക രണ്ടാമത്തെ റക്അത്തിൽ. എന്നിട്ട് നിസ്കരിച്ച ശേഷം പടച്ചവനോട് ഇങ്ങനെ പറയാ, അല്ലാഹുവേ, ഞാൻ ഈ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം ഇന്നാനിന്ന് പറയുന്ന എന്റെ ഭർത്താവ്, ഇന്നാനിന്ന് പറയുന്ന എന്റെ ഉപ്പ, ഇന്നാനിന്ന് പറയുന്ന എന്റെ വല്യപ്പ വല്യമ്മ, ഇന്നാനിന്ന് പറയുന്ന എന്റെ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ വ്യക്തിയുടെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുക. മനസ്സിലാകണ്ടോ? എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുക. ഇന്ന് നിസ്കരിച്ച എനിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഖബറാളിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ സമയത്ത് തന്നെ അല്ലാഹു നമ്മൾ ഈ ദുആ ചെയ്യുന്ന സമയത്ത് തന്നെ ഖബറാളിക്ക് ലഭിക്കുന്ന പ്രതിഫലം അതേ സമയം ആ ദുആ ചെയ്യുന്ന സമയത്ത് 1000 മലക്കുകൾ അല്ലാഹു അയാളുടെ ഖബറിലേക്ക് പറഞ്ഞേക്കുമത്രേ. ഓരോ മലക്കുകളുടെ കൂടെയും പ്രകാശവും പാരിതോഷികങ്ങളും ആ മയ്യത്തിൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് പ്രകാശങ്ങളും പാരിതോഷികങ്ങളും മലക്കുകൾ അയാളെ സന്തോഷിപ്പിക്കുമെന്നാണ്. ആലോചിച്ചു നോക്കിയേ. അദ്ദേഹത്തിന് ഖബറിൽ ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു കൊടുക്കും. ഒരു പ്രാവശ്യങ്ങൾ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നിസ്കരിച്ച നമുക്ക് കിട്ടുന്ന പ്രതിഫലം, നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, കൂട്ടുകുടുംബത്തിന് വേണ്ടി, വല്യപ്പക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിസ്കരിച്ച നമുക്ക് കിട്ടുന്ന പ്രതിഫലം, സൂര്യൻ ഏതെല്ലാം വസ്തുവിന്റെ മേൽ ഉദിക്കുന്നുണ്ടോ അത്രയും പ്രതിഫലം അല്ലാഹു അവൻക്ക് കൊടുക്കുമെന്നാണ്. അപ്പൊ ആലോചിച്ച്, സൂര്യൻ ഒരു വസ്തുവിന്റെ മേലും പതിക്കാത്തില്ല, എല്ലാ വസ്തുവിന്റെ മേലും സൂര്യന്റെ കിരണം ഏൽക്കുന്നുണ്ട്. ഇപ്പൊ ലോകം മുഴുവനും നമുക്ക് പ്രതിഫലമാണ്. 1 മനസ്സിലാക്കി വെച്ചോളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2, അവന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 40,000 പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്ന് മഹാന്മാര് നമ്മെ പറയുന്നുണ്ട്. നിസ്കരിക്കുന്ന നമ്മൾക്ക് അല്ലാഹു 40,000 പദവികൾ അല്ലാഹു ഉയർത്തുമത്രേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത്ര വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തേത് 40,000 ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി അല്ലാഹു തരുമത്രേ. നിസ്കരിച്ച നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, സൂര്യൻ ഏതെല്ലാം വസ്തുവിന്റെ മേലുദിക്കുന്നുണ്ടോ അത്രയും പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്നും അവന് വേണ്ടി 40,000 പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്നും 40,000 ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി അല്ലാഹു ലഭിക്കുമെന്നും മഹാന്മാര് പറയുകയാണ്. നിർത്തിയില്ല. പിന്നെയും പറയുന്ന സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു 1000 കൊട്ടാരങ്ങൾ അല്ലാഹു നിർമ്മിച്ചു കൊടുക്കുമത്രേ. സ്വർഗത്തിൽ അവനിക്ക് വേണ്ടിയിട്ട് 1000 കൊട്ടാരങ്ങൾ അല്ലാഹു നിർമ്മിച്ചു കൊടുക്കും. 5-മത് 1000 ഷഹീദിന്റെ പ്രതിഫലം. ഇങ്ങനത്തെ ഷഹീദാണ് ഖുത്ലൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത ഷഹീദിന്റെ കൂലി അല്ലാഹു അവർക്ക് കൊടുക്കുമത്രേ. 1000 പടവകൾ പൊന്നാടകൾ അല്ലാഹു അവനെ അണിയിക്കുമെന്ന് മഹാന്മാരായ വ്യക്തികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ നിസ്കാരം എല്ലാ മുസ്ലിമിന്റെ മേലും മരിച്ചവർക്ക് വേണ്ടി എല്ലാ രാത്രിയിലും നിസ്കരിക്കൽ സുന്നത്താണ്. എല്ലാ രാത്രി നിസ്കരിക്കൽ സുന്നത്താ. ഇനിയിപ്പോ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദേ, ഇതിപ്പോ ഏത് കിതാബിലാ പറയുന്നത്? ഇനിയിപ്പോ അടുത്ത ഡൗട്ട് അതായിരിക്കും. നിഹായത്തു സൈദ് 107-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. നിഹായത്തു സൈദ് 107-ാമത്തെ പേജിൽ
ഇനി ബാക്കിയുള്ളവർ അതിൽ ഇങ്ങനെ വിശദീകരിച്ച് നോക്കിയാൽ അതിന്റെ ഒരുപാട് മഹത്വങ്ങൾ അതിൽ പറയുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേക ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദഅവത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് മനസ്സിലായില്ലേ? ഇനി മനസ്സിലാകാത്തവരുണ്ടോ? മനസ്സിലാകാത്തവരുണ്ടോ? ഇൻഷാ അല്ലാഹ് അറിയിക്കി. ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമയം ഒരുപാട് ദീർഘിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പൊ ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഇവിടെ ചർച്ച ചെയ്ത ഇൽമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 27 രാവാ വരുന്നത്, 25 രാവാണ് വരുന്നത്, 29 രാവാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു രാവിലെ നമ്മളൊന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ഈ നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മയ്യത്തിന് മാത്രമല്ലേ ഒരു നിസ്കാരം? അതെ, ഒരു മയ്യത്തിന് മാത്രമാണ് ഒരു നിസ്കാരം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക, വേഗം ക്ലിയർ ചെയ്ത് തരും. ഒരു മയ്യത്തിന് ഒരു നിസ്കാരം, അതായത് ഒരു ഉപ്പ മരണപ്പെട്ടെങ്കിൽ ഉപ്പാക്ക് വേണ്ടി ഒരു നിസ്കാരം, ഉപ്പ മരണപ്പെട്ടിട്ട് ഉമ്മാക്ക് നിസ്കാരം. ഇത് വല്ലാതെ പണിയൊന്നുമില്ലല്ലോ, റിസ്ക് ഇല്ലല്ലോ. ആകെ 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. 10 മിനിറ്റ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ? നമുക്ക് വേണ്ടി എത്ര ത്യാഗങ്ങളാണ് അവർ സഹിച്ചത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നിൽ കൂടുതൽ പേര് മരണപ്പെട്ടു പോയാൽ അവർക്കും പറ്റുമോ? ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അധികം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ കുറെ ആൾക്കാർ നീയത്ത് വെച്ചാൽ മതി. എന്റെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ വല്യപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ കൂട്ടുകുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജമായിട്ട് നീയത്ത് വെക്കാം. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും കബറിൽ സന്തോഷം കിട്ടാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു വെക്കുക. മരിച്ച അന്ന് ഞാൻ നിസ്കരിച്ചു, മരിച്ച അന്ന് ഞാൻ നിസ്കരിച്ചു, അത് പറ്റില്ലേ? മനസ്സിലായില്ല. മരിച്ച അന്ന് നിസ്കരിച്ചു, അത് മയ്യിത്ത് നിസ്കാരം. അതും ഇത് വ്യത്യാസം ഉണ്ടല്ലോ അമ്മമാരെ.